ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന സമയത്ത് എന്താണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് നോക്കിയപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഹെക്ടർ പ്രൊഫഷണലിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അതിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ കാണുന്ന ആളുകൾ ദയവ് ചെയ്ത് അതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോളാം, കുഴപ്പമില്ല. അപ്പോൾ അത് കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് എനിക്കറിയാം ഒട്ടനവധി ഗ്രൂപ്പുകളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ബ്യൂട്ടി മേഖലയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്നോട് പറയാറുണ്ട്. വലിയ സന്തോഷം അത് കേൾക്കുന്നതിൽ. അങ്ങനെയുള്ള നിങ്ങൾക്കും കൂടി താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഇതേപോലെയുള്ള ബ്യൂട്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനൊരു ഗുണമുണ്ടാവും. നിങ്ങൾ ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ബ്യൂട്ടീഷ്യൻസിന് കൂടി ഉറപ്പായിട്ടും ഒരു ഉപകാരം ഉണ്ടാവും. മറ്റൊന്ന്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കാണാമല്ലോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓരോ ദിവസവും നമ്മുടെ ഓരോ വീഡിയോയും മാക്സിമം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടാനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനും എളുപ്പമാവും. ഞാനപ്പോൾ ഇതിലേക്ക് കാണിച്ചുതരാം. ഇത് നമ്മുടെ ഇവിടെ അധികം ആളുകൾക്ക് അങ്ങനെ ഒരു പരിചയമായ ഒരു മെഷീനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഹെക്ടർ പ്രൊഫഷണലിൻ്റെ ട്രിപ്പിൾ ബാരൽ വേവ്, അതിൻ്റെ പേര് തന്നെ ട്രിപ്പിൾ ബാരൽ എന്നാണ്. കേളിംഗ് അയൺ. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ പെട്ടെന്ന് വേവി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മുടി വെച്ചിട്ട് ഹെയർ വേവി ആയിട്ട് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് ഇത് ഉപകരിക്കുന്ന ഒരു സിമ്പിൾ മെഷീനാണ്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും, ഇതാണ് ഓണാക്കാനുള്ള സ്വിച്ച്, ദെൻ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ഓണാക്കിയിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ അവിടെ പ്ലഗ് ചെയ്തു, ജസ്റ്റ് പവർ എത്തിയിട്ടുണ്ട്. ഞാനിത് ഓണാക്കി. അതിനുശേഷം എനിക്ക് ആവശ്യമായ ടെമ്പറേച്ചറിലേക്ക് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു 210 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാവുകയാണ്. ആ സമയത്ത് തന്നെ ഞാനിവിടെ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡമ്മി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡമ്മി ആയാലും ഹെയർ ആണെങ്കിലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ, ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് എങ്ങനെയാണ് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണ സമയത്ത് ഹെയർ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അത് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡമ്മിയാണിത്. കറക്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റനൊക്കെ ചെയ്ത് സ്മൂത്താക്കി വെച്ചേക്കുന്ന ഡമ്മിയാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറിലേക്ക് ക്ലിയറായിട്ട് എത്തുന്നുള്ളൂ. ചെയ്യുന്ന സമയത്ത് ഡമ്മി ആയാലും നിങ്ങൾ ഹെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും പ്രോപ്പറായിട്ട് മുടി ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് ക്ലിയറാക്കി എടുത്തതിന് ശേഷം സീറോ ക്രിമ്പ് ഉപയോഗിച്ച് ഹെയർ ബൗൺസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയോ ചെയ്യണം. നമ്മുടെ ഇവിടെ പലരും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടാത്തതിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് പല ക്ലാസ്സുകളിലും നമുക്ക് മനസ്സിലായത് അതാണ്. ഓക്കെ, എനിക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കൊരു സംശയക്കുറവ് വന്ന കാരണം കൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചു. ചൂടാവാനായിട്ട് മറ്റുള്ള നമ്മുടെ സ്ട്രൈറ്റനിങ് മെഷീൻ പോലെയല്ല, ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ തന്നെ 187 എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് നേരം 190, 91 കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ മെഷീൻ കുത്തി വെച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. എന്തൊരു സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത്. പ്രത്യേകിച്ചും നിങ്ങൾ സൈഡിൽ നിന്ന് പാർട്ടി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാനിത് എന്താണെന്ന് നിങ്ങളിങ്ങനെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുക. നോക്കൂ, സി ഇത്ര സ്റ്റൈലായിട്ട് കിടക്കണം. നമുക്ക് അടുത്തൊരു പാർട്ടോടെ നമുക്ക് ചെയ്യാം. ഞാനിതല്ലാതെ മെഷീൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ.
കറക്റ്റായിട്ട് കാണാനുള്ളത് നോക്ക്. ഇനി ഈ സൈഡ് നോക്ക്, ഇങ്ങനെ കിടന്നിരുന്നൊരു സംഭവമാണ്. ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു വേവി ഇത് ക്രിയേറ്റ് ചെയ്യാൻ, ആഹാ എന്താ സ്റ്റൈൽ നോക്ക്. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഹെക്ടർ പ്രൊഫഷണലിൻ്റെ ട്രിപ്പിൾ ബാരൽ വേവ്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇതിവിടെ ചെയ്തത്. ഒന്നുകൂടെ ചെയ്യണോ? ഒരു സൈഡും കൂടെ വേണമെങ്കിൽ ഈ സൈഡും കൂടെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് നോക്കിക്കോളൂ. നമ്മൾ ക്ലിയറാക്കി വെച്ചിരുന്ന ഇത് ഡെമ്മി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് കിട്ടുന്നത്. നമ്മൾ പലരും ഹെയർ ചെയ്യുന്ന സമയത്ത് അത്രയും ക്ലാരിറ്റി കിട്ടാത്തതിന് കാരണം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കണ്ടോ ഇത്ര പെട്ടെന്ന് ക്ലിയറായി നോക്ക്. നമ്മുടെ ചേച്ചീനെ നോക്കിയേ, നല്ല സുന്ദരിയായില്ലെന്ന്. അതാണപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ട്രിപ്പിൾ ബാരൽ വേവ്. നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഞാനൊരു 210 ഡിഗ്രി കാണിച്ചിട്ടുള്ളൂ, 210 എത്തിച്ചേ ഉള്ളൂ. ഒപ്പം ഇതിന് നമുക്ക് സേഫായിട്ട് വെക്കാനുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ ഇങ്ങനെ ഇരുന്നോളൂ, ഇവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സേഫായിട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെഷീനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് എന്തിനാണെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഹെക്ടർ പ്രൊഫഷണലിൻ്റെ ആണ്. 1 ഇയർ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവും കമ്പനിയുടെ ഭാഗത്തുനിന്ന്. ടെക്നിക്കലി ഉള്ള എന്ത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും കമ്പനി മാറിത്തരും. അതല്ലാതെ ചില ആളുകളുണ്ട്, എനിക്കിത് കൊണ്ടുപോയി പിടിച്ചിട്ടൊരു സുഖം തോന്നണില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നണില്ല. അത് നമുക്ക് എല്ലാവർക്കും പല ഫീലായിരിക്കും, അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റും ചൂടാവുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഓഫായി പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കമ്പനി ഗ്യാരണ്ടി തരുന്നത്. അതുപോലെ നിലത്തിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഗ്യാരണ്ടി ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി നിങ്ങൾക്ക് കമ്പനി തരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയതാണ് ഒന്ന്. അടുത്തത് ഹെക്ടറിൻ്റെ തന്നെ ഒരു 4-in-1 ടോങ്ങാണ്. ഒരു ടോങ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് 4 സൈസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന 4-in-1 ടോങ്ങാണ്. ഇത് നേരത്തെ വേറൊരു മോഡലിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ അവർ 4 ടൈപ്പ് ടോങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് കോണിക്കൽ ടോങ്. എനിക്ക് തോന്നുന്നു കോണിക്കൽ ടോങ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. പക്ഷേ അത് സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കിട്ടുന്ന ഒരു കോണിക്കൽ ടോങ് പ്ലസ് ഒരു നോർമൽ 2 ടോങ്ങും അതിൻ്റെ കൂടെ നമുക്ക് ആ അറ്റാച്ച്മെൻ്റ് ഉള്ള, നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഹെയർ വെക്കാൻ കഴിയുന്ന ഒരിതും കൂടെ ഉണ്ട്. ഞാൻ അതിൻ്റെ മെഷീൻ കാണിച്ചു തരാം. സാധനം നമുക്ക് കൊണ്ടു കിടക്കാൻ കഴിയുന്ന അടിപൊളി ഒരു പാക്കിംഗ് ആണ്. ഇത് നിലത്ത് വീണാലൊന്നും പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു സൂപ്പർ പാക്കിംഗ്. അത് നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാനൊക്കെ ഹെക്ടറിൻ്റെ ഒരു ലോഗോ, അവരുടെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാവുന്ന രീതിയിൽ. ഇത് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഗ്യാരണ്ടി കാർഡും സംവിധാനങ്ങളും പ്ലസ് നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിടിക്കാനുള്ള, ചൂടൊന്നും അടിക്കാത്ത രീതിയിൽ പിടിക്കാനുള്ളൊരു ഗ്ലൗസ് കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ വരുന്നത് ഇതാണ് മെഷീൻ. ഈ മെഷീനിൽ നമുക്ക് ഓരോന്ന് മാറി മാറി അറ്റാച്ച് ചെയ്യാവുന്ന 1, 2, 3, 4 ടൈപ്പ് ഓഫ് ഇതാണ് കോണിക്കൽ ടോങ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈ അറ്റം കനമുണ്ടാവും, ഇങ്ങോട്ട് വരുന്നവർ നേർത്ത് വരും. അപ്പോൾ ചിലർ ഈ 19 mm വളരെ ചെറിയതിട്ടിട്ട് ചെറിയ കേൾസ് ഉണ്ടാക്കാനായിട്ട് അതിന് ഇതിൻ്റെ അറ്റത്ത് മാത്രം കേൾ ചെയ്ത് കഴിഞ്ഞാലും നടക്കുന്നതാണ്. അങ്ങനെ വരുന്ന ഈ ഒരു പാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നൊരു മെഷീനാണ്. ഇപ്പോൾ പലരും ഓരോ സൈസിന് വേണ്ടിയിട്ട് ഓരോ ടോങ് മേടിച്ച് കൊണ്ടു കിടക്കുന്നതിനേക്കാളും എളുപ്പമാണ്. കാരണം പലർക്കും പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഹെയർ സ്റ്റൈൽ രംഗത്ത് കുറച്ചുകൂടി നമ്മുടെ ആളുകൾ അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ഒരേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 5-6 ടോങ് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അതിന് പകരമായിട്ട് എല്ലാം കൂടി ഉൾപ്പെട്ട ഒരൊറ്റ. ഇനി അടുത്തൊരു മെഷീൻ ഹെക്ടർ പ്രൊഫഷണലിൻ്റെ തന്നെ പുതിയ, നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ 4-in-1, അതായത് 4 പ്ലേറ്റുകൾ നമുക്ക് മാറി മാറി ഇടാവുന്നതായിരുന്നു. അപ്പോൾ അവരൊരു പുതിയൊരു ക്രിമ്പിങ് കൂടി എത്തിയിട്ടുണ്ട്. ടൈറ്റാനിയം പ്ലേറ്റാണ്, ഗോൾഡ് കളറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല സീറോ ക്രിമ്പ്, നമ്മളെല്ലാവരും ചോദിക്കുന്ന ചെറിയ ക്രിമ്പ്, സീറോ ക്രിമ്പാണ്. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളും HT55 എന്നാണ് നമ്പർ. ഇതിൻ്റെ MRP വരുന്നത് 6210 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അതിന് നമുക്ക് ഇവിടെ നോർമലിയുള്ള മിഡാസിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ഇത് ക്രിമ്പ് ചെയ്ത് കാണിക്കണോ എന്നെനിക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ മെഷീൻ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഗോൾഡൻ കളറ് സീറോ ക്രിമ്പ്, വളരെ ചെറിയ മൈക്രോ ക്രിമ്പിങ്ങിനുള്ളതാണ്. ഇപ്പോൾ മെഷീൻ ഓഫാണ്. നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, കാണിക്കും. യെസ്, അതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓണായി. ഇപ്പോൾ 180 ആണ് കിടക്കണേ. നമുക്കത് പെട്ടെന്ന് തന്നെ ഞാൻ 240 ഡിഗ്രി വരെ അത് ചൂടാവും. നമ്മുടെ നോർമലി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീൻസും 230 ഡിഗ്രി വരെയാണ് ചൂടാവുന്നത്. ഇത് 240 ഡിഗ്രി വരെ ചൂടാവും. ക്രിമ്പ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചാൽ ഇതാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്രിമ്പ് ചെയ്യാം. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെ, ഇതിൻ്റെ 2-3 പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ നമ്മൾ ചെയ്തപ്പോൾ പ്ലഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം എടുത്തു അത് ഫുള്ള് നമ്മൾ ഇട്ട ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട്. പക്ഷേ ഇത് ഒറ്റയടിക്ക് തന്നെ വിത്തിൻ 60 സെക്കൻഡിനുള്ളിൽ തന്നെ 240 ഡിഗ്രിയിലേക്ക് എത്തി. ഇനി നമുക്കിതൊന്ന് ക്രിമ്പ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് കനത്തിനാണ് കേട്ടോ മുടി എടുത്തേക്കുന്നത്. താഴത്തേക്ക് ചെല്ലുന്തോറും നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ അധികം ക്രിമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, ഞാൻ അത്ര സ്പീഡിൽ ചെയ്തതേ ഉള്ളൂ, അത്ര പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടല്ല ചെയ്തത്. കാരണം അതുകൊണ്ടാണ് ഇടയിൽ ഗ്യാപ്പൊക്കെ വന്നത്. ഈ സൈഡിൽ നിന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഇതിനോട് ചേർന്ന് തന്നെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. ഞാൻ കുറച്ച് മുടി എടുത്തിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഇച്ചിരി കൂടിയതായിരുന്നു. സൂപ്പറായില്ലേ? നോക്ക്. അപ്പോൾ ഇതാണ് പുതിയ ക്രിമ്പ് വന്നേക്കണത്. സീറോ ക്രിമ്പാണ്. നമുക്ക് ഇതിൻ്റെ കോട്ടിങ് കൊടുത്തേക്കണതുണ്ടോ, എനിക്കിത് പിടിച്ചു കഴിഞ്ഞാലും ചൂടൊന്നും അങ്ങനെ ആവില്ല. ഇതിപ്പോൾ 240 ഡിഗ്രി ചൂടിലാണുള്ളത്. കാരണം ഇതിൻ്റെ മുകളിലുള്ളത് ഒരു കോട്ടിങ്, ഒരു എന്താ പറയുക, ഒരു റബ്ബർ പോലത്തെ ഒരു കോട്ടിങ്ങാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കയ്യിലേക്ക് പെട്ടെന്ന് ചൂടോ കാര്യങ്ങളൊന്നും ആവില്ല. അതുപോലെ തന്നെ ഈ കേബിൾ ഇങ്ങനെ ഫുള്ളി കറങ്ങണ കാരണം കൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അതുപോലെ ഏകദേശം ഒരു 2-2.5 മീറ്റർ നീളമുള്ള ഒരു കേബിൾ ഇത്രയും ദൂരത്തുനിന്ന് കുത്തിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൈഡിന് ചെയ്യണമെങ്കിൽ അതിനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കോമഡി. ഇതിൻ്റെ ഏറ്റവും എനിക്കിപ്പോൾ മനസ്സിലാക്കിയുള്ളിടത്തോളം നല്ലൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേക്ക് നമുക്ക് എത്ര നേരം, ഇപ്പോൾ ഏകദേശം എത്ര നേരം ഞാൻ പിടിച്ചു, ഇപ്പോഴും മെഷീൻ ഓണാണ്, 240 ഡിഗ്രി ചൂടുണ്ട്. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയും. ചൂട് പിടിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നോ പേടിക്കേണ്ട കാര്യം നിലവിലില്ല. എല്ലായിടത്തും എവിടെ വേണമെങ്കിലും പിടിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇവിടെ തന്നെ നമുക്കത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓഫ് ചെയ്തു. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വന്ന മെഷീൻ ട്രിപ്പിൾ ബാരൽ വേവ്. ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കണ അവരുടെ ക്രിമ്പ് കണ്ടോ, സൂപ്പറാണ്. അതും ഏറ്റവും വലിയ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീൻസും 230 ഡിഗ്രി വരെയാണ് പറയുന്നത്. പക്ഷേ ഹെക്ടറിൻ്റെ ഈ പുതിയ ക്രിമ്പ് 240 ഡിഗ്രി വരെയുള്ള ചൂട് നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചതെല്ലാം വളരെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഒപ്പം പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും തൽക്കാലം ഞാൻ ബൈ പറയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, വീണ്ടും ആവശ്യപ്പെടുകയാണ്. കാരണം കുറേ പേര് കാണണമെങ്കിലും അതിനനുസരിച്ചുള്ളൊരു വീഡിയോ കാര്യങ്ങൾ ലൈക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ മെഷീൻസുമായിട്ട് നമ്മൾ ഇനിയും വരും. തൽക്കാലം ബൈ.